ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ്. ഇന്ന് നമ്മളൊരു അടിപൊളി മിഷനുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഗൈസ്. അതായത് ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഒരിടത്ത് ചെന്നിട്ട് ഒരു കാറ് ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുക്കുക. അതായത് നമുക്ക് ചുമ്മാ പോയി എടുത്തുകൊണ്ട് കൊണ്ടു കൊടുക്കാൻ പറ്റൂല. അതായത് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പട്ടി ഇവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, നമുക്ക് നൈസായിട്ട് കാണാൻ പറ്റും. അതിനകത്തുനിന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ഈ വ്യൂ അങ്ങോട്ട് മാറ്റാം ഗൈസ്. ഒരു കോൾ വന്നിട്ടുണ്ട്. അതെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മിഷനാണ് ഗൈസ്. അതായത് നമ്മൾ നേരെ പോവുക, ഒരു ആക്ടറുണ്ട്, അവനെ ഇടിച്ച് ഒരു ഇതിനകത്ത് കയറ്റുക, എന്നിട്ട് അവൻ്റെ ഡ്രസ്സ് എടുത്ത് നമ്മളിടുക. എന്നിട്ട് ആ ഒരു വണ്ടിക്കകത്ത് ഒരു നടി ഇരിപ്പുണ്ടായിരിക്കും, അവളെ കൊണ്ട് വേണം നമ്മൾ ഇന്ന് ആ വണ്ടി ഒരിടത്ത് കൊണ്ട് കൊടുക്കാൻ. വണ്ടി നമുക്ക് 4ആയിട്ട് മറിഞ്ഞല്ലോ ഗൈസ്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നേരെ ആ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് വേണം നമുക്ക് പോകാൻ ഗൈസ്. എന്തായാലും ഫുൾ വീഡിയോ കണ്ടു നോക്കുക, നല്ല രസമാണ് ഗൈസ്. കൊള്ളാം, രസമുണ്ട് ഈ ഒരു മിഷൻ എന്ന് പറയുന്നത്, കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിംസ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പി സിയിൽ സ്പെക്കിനനുസരിച്ച് ഓടുന്ന ഗെയിംസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ 8GB റാമും 2GB ഗ്രാഫിക്സ് കാർഡുമാണ് നമ്മുടെ പി സിയുടെ ഏകദേശം സ്പെക്ക് എന്ന് പറയുന്നത്. 6GB റാമിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഗെയിംസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിംസ് കളിക്കുകയും ചെയ്യാം, റെക്കോർഡും ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ല, സ്മൂത്തായിട്ട് വന്നോളും ഗൈസ്, വലിയ കുഴപ്പമില്ലാതൊക്കെ ഓടിക്കോളും. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ മിഷീൻ്റെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമ്മുടെ പട്ടി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് ഗൈസ്. പട്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇടണം ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമ്മൾ സൈഡിലോട്ട് പോയി പോസ്റ്റൊക്കെ ഇടിച്ച് പൊട്ടിച്ചു. പക്ഷേ ഗൈസ് ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നല്ലേ ഗൈസ്, ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. നമ്മൾ ചീറ്റ് കോഡ് എടുക്കുന്ന ആ സംഭവത്തിലോട്ടായി പോയി, അതുകൊണ്ട് വേഗം വണ്ടി തിരിക്കാൻ പറ്റിയില്ല. വണ്ടിക്ക് ചെറുതായിട്ട് ഇടിച്ചിട്ടുള്ള, അതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രണ്ട് ഇല്ലായിരുന്നു ഗൈസ് ഇത്ര നേരം. ഏത് വണ്ടിയാണ് GTA-ക്കാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആ രീതിയിലായിരുന്നു ഫ്രണ്ടൊക്കെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം, ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ. വാവ്, ഇതേ നമ്മുടെ പട്ടി ഇറങ്ങി ഗൈസ്. നമുക്ക് പട്ടിയെ വേണം, അതുകൊണ്ട് നമുക്ക് കാർ തന്നെ എടുക്കാം, അല്ല ഞാൻ ബൈക്ക് എടുത്തതിനെ അവിടെ ഇരുന്ന്. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് തന്നെ പോവാം. നമ്മുടെ പട്ടിയൊക്കെ, പട്ടി ഡോർ അടയ്ക്കത്തില്ല, പന്ന പട്ടിയാണ് ഗൈസ്. പക്ഷേ നല്ലപോലെ ഇരുത് കേട്ടോ പട്ടി, എവിടെ മര്യാദയ്ക്ക് കയറി ഇരുത്. ഇവിടുത്തെ നാട്ടിലെല്ലാം പട്ടിയായിരിക്കണം ഇരുത് ചുമ്മാ. എന്തായാലും ഗൈസ് നമുക്കിനി അങ്ങോട്ട് പോകാൻ കുറച്ച് സമയം കൂടെ മതി. നമ്മളിപ്പോൾ അവിടെ ചെല്ലും ഗൈസ്. ഓക്കെ, ഇതുവഴിയായിരുന്നല്ലേ ഗൈസ്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ പോവാം. ഓക്കെ, ഇങ്ങനെ പോവാ. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ എത്താറായി. ഗൈസ് നമ്മുടെ മിഷൻ നടക്കുന്ന ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് അങ്ങോട്ട് ബാക്കിയെല്ലാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. മോളി ഗൈസ്, നമ്മൾ മോളിയാണ് വിളിക്കുന്നത്. അവളെന്തോ പറയുന്നത് ആർക്കറിയാം ഗൈസ്. നമ്മൾ അതൊന്നും വലിയ കാര്യമൊന്നും ആക്കണ്ട. നമുക്കപ്പം ഇനി അടുത്ത പരിപാടികൾ നോക്കാം. നമ്മുടെ പട്ടി എന്ത് ഗൈസ്? നമ്മുടെ പട്ടി വണ്ടിക്കകത്തുണ്ടായിരുന്നല്ലോ, പട്ടി പോയോ ഗൈസ്? സാധാരണ പട്ടി വരണ്ടേ അല്ലേ ഗൈസ്? നമ്മൾ ചാടി, അതേ താടിയിലൊക്കെ ഇടിച്ച് ദേ കിടക്കുന്നു ഗൈസ്. നമ്മുടെ പട്ടി ഇവിടെ പോയി, ഏതാ അറിഞ്ഞൂടോ? ഫൈൻഡ് ദ ആക്ടർ. നമ്മൾ ആക്ടറിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. നമുക്ക് അങ്ങോട്ട് ഓടാം. ഇനി എവിടാണ് ആക്ടർ എന്ന് അറിഞ്ഞൂടാ. ദേണ്ടാ, ഇവൻ എന്തോ അടി കാണിക്കുന്നത്? ഇവൻ വെള്ളം അടിച്ചാണ് ഇവൻ അവിടെ ഇവിടെ പോയെല്ലാം വീഴുന്നത്. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കാം. ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ നോക്കാൻ പാടില്ല, മനസ്സിലായോ? അപ്പോൾ ആൾക്കാർ തൂക്കും. അവൻ ആരാണ്ടെയോ തെറിപ്പിക്കുന്നുണ്ട്, ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി കിട്ടിയ അവസരമാണ്, നമുക്ക് അവനെ ചാമ്പാം ഗൈസ്. ഓക്കെ, ഇടിച്ചങ്ങ് നൂർത്തേക്കാം. ചാവടാ. വലിച്ചോണ്ട് പോകുന്നുണ്ട് അവനെ. എന്തുവാടാ, പട്ടിയൊക്കെ വലിച്ചോണ്ട് പോകുന്നല്ലോ പോകുന്നത്. ഒന്നും ഇല്ലെങ്കിൽ അവനൊരു അഭിനയിക്കുന്നൊരു നടനല്ലേ, അതിനൊരു വില കൊടുക്കണ്ടേ ഈ ചിരിയിലും. ഓക്കെ ഗൈസ്, ഇവൻ ഡ്രസ്സ് എടുത്തിട്ടിട്ടുണ്ട്. എനിക്ക് ഈ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഈ നടക്കുന്ന സമയത്ത് ഈ ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ലേ ഗൈസ്? ഗെറ്റ് ഇൻ ദ കാറാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങാണ്ട് കാറുണ്ട് ഗൈസ്. എവിടാ കാർ ഇട്ടേക്കുന്നത്? ഈ സെക്യൂരിറ്റിക്കാണേലും അല്ലാത്ത ഈ ക്യാമറമാനാണേലും അല്ലാതെ ഈ ഡയറക്ടറിനാണേലും ഈ ലൈറ്റ് സെറ്റ് ചെയ്യുന്നതിനാണേലും അറിയാലോ ഇതാ ഇവൻ ഡ്രസ്സ്,
എന്നൊക്കെ. അപ്പോൾ ഇത് അവർ കണ്ടുപിടിക്കേണ്ടതല്ലേ, ഇതുകൊണ്ട് അവിടൊക്കെ ചുമ്മാ കൊണ്ട് കസേരയിലൊക്കെ ഇതേണ്ടൊരു നടി ഇതേ അവൻ വന്ന് കയറി ഇരുന്നിട്ടും. ഓ ഗൈസ് അപ്പോഴത്തേലും ഒക്കെ എടുത്താൽ ചത്തുപോയി നമ്മൾ ചത്തുപോയി ഗൈസ്, ചത്തുപോയി, നമ്മുടെ വണ്ടി പോയി ഗൈസ്. ഓ വണ്ടി കൊള്ളാം കേട്ടോ, വണ്ടിക്ക് നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളോട് പറഞ്ഞ് ഈ വണ്ടി വേണം എന്ന്. അത് നമുക്കൊരു മെഷീനാണ് ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരാൾക്ക് വേണം, അതാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് മോട്ടിച്ചുകൊണ്ട്, അല്ലാതെ നമുക്ക് ഇത് വിറ്റിട്ട് കാശുണ്ടാക്കാനല്ല. അപ്പം ഗൈസ് നമുക്ക് ആദ്യം ലൂസ് ദ സെക്യൂരിറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെയൊക്കെ ഇന്ന് തകർത്ത് വാരുന്നു ഞാൻ വെടിവെച്ച്. ഓക്കെ, ഒരു സെക്യൂരിറ്റിയുടെ ഒരുത്തൻ്റെ തലമണ്ട പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അയ്യോ ഗൈസ് ഇടിച്ചു ഗൈസ്. നമ്മൾ ദേ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മളിത് എല്ലെന്ന് പറഞ്ഞ ലെഫ്റ്റിലത്തെ എനിക്ക് തോന്നുന്നു ഷിഫ്റ്റാണെന്ന് തോന്നുന്നു, ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിക്ക് ചെയ്തു, ദേ പോയി. നടിയൊക്കെ അതുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്നു, അവിടെ അയ്യത്ത് കിടപ്പുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി കൊണ്ടെടുത്ത് കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു പണി ഏൽപ്പിച്ചത് നമ്മുടെ മോളിയാണെന്ന് തോന്നുന്നു. ഈ മോളിയെ കൊണ്ട് തോറ്റു കേട്ടോ, ഇവളാണ് നമുക്ക് ഈ പണിയെല്ലാം തരുന്നത് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അതായത് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് വലിയൊരു മെഷീനും അല്ല, എന്നാൽ കുഞ്ഞൊരു പരിപാടി ചെയ്യുകയും വേണം ഗൈസ്. ചെറിയൊരു മെഷീനാണ്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നല്ലേ ഈ ഒരു മെഷീൻ. എനിക്കിഷ്ടപ്പെട്ടു, കാരണം വലിയ പണിയൊന്നും എടുക്കേണ്ട വന്നില്ല, ഒത്തിരി തല ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, സ്മൂത്തായിരുന്നു ഗൈസ്. നമ്മൾ ഫാർ ക്രൈ 4 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോസും നമ്മുടെ ചാനലിൽ ഇനിയും തൊട്ട് വരും. നോക്കാം, നമുക്ക് മാക്സിമം ഇടാൻ നോക്കാം ഗൈസ്. അതും അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. നല്ലൊരു സുപ്രഭാതം അല്ലേ, കിടിലൻ, കൊള്ളാം. നല്ല ഒരു കളർ ടോണും കാര്യങ്ങളും എല്ലാം കൊള്ളാം ഈ ഒരു ഗെയിമിൻ്റെ. ഓക്കെ, നന്നായിട്ടല്ലേ ആ നേരെ ഇങ്ങനെ പുലർന്ന് വരുന്നത്, കൊള്ളാം. അതോ വൈകുന്നേരമാണോ? അല്ല, രാത്രിയിലായിരുന്നല്ലോ പരിപാടി നടന്നത്. അപ്പോൾ നേരം പുലർന്ന് വരുവാണ് ഗൈസ്. ഇപ്പോൾ വണ്ടി ഇടിച്ചേനെ. എവിടാണ് ഗൈസ്, എവിടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടാണോ ഗൈസ്, എവിടാ ഈ സംഭവം? ഇത് ഗേറ്റായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചു ഇതെന്തോ മതിൽ പോലെ ആയിരിക്കുന്നു. ഓക്കെ, നമ്മളങ്ങോട്ട് കയറ്റിയേക്കാം. ഓ ഗൈസ്, ദേ അങ്ങനെ നമ്മൾ സുരക്ഷിതമായിട്ട് തന്നെ വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓ ഇവൻ ആരാടാ, ഇവൻ അയ്യോ, എല്ലാവൻ്റെ വണ്ടിയാണ് മോട്ടിച്ചോണ്ട് വന്നേക്കുക ഞാൻ. എന്നിട്ട് അവനങ്ങ് ഞെളിയുന്നവൻ. ഞാനാ പണിയെടുത്ത്. എന്നാൽ ഇവനൊക്കെ ഇച്ചിരി ടിപ്പിൽ നിന്നുണ്ടേ, ആ കാലുമൊക്കെ തൊഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ ഗൈസ്. തീരെ ശരിയല്ല കേട്ടോ. ഓ അടുത്തവൻ വന്നു ഉടനെ ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.